ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റിപ്പബ്ലിക് ഡേ പരേഡൊക്കെ കണ്ട കേരളത്തിൻ്റെ ടാബ്ലോ ഒക്കെ കണ്ടു. നല്ല അടിപൊളിയല്ലായിരുന്നോ? അപ്പോൾ ഇന്നലത്തെ മുരിങ്ങയില കൂട്ടിയൊരു റെസിപ്പി ആട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഈ പരിപ്പെന്ന് പറഞ്ഞ സാധനം എനിക്ക് കണ്ണെടുത്ത കാണരുതായിരുന്നു. ഞാൻ സദ്യ പോലും പരിപ്പ് കറി കൂട്ടത്തില്ലായിരുന്നു. വീട്ടിൽ പിന്നെ ഉണ്ടാക്കാറേ ഇല്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പഠിക്കാൻ പോയത് മധ്യപ്രദേശിൽ. എൻ്റെ ഹോസ്റ്റലിൽ ഒറ്റ ദിവസം പോലും ഈ 5 വർഷം പരിപ്പ് കറിയില്ലാത്ത ദിവസമില്ല. അങ്ങനെ പരിപ്പ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, കാരണം വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഇന്ന് പരിപ്പും മുരിങ്ങയില ഒരു തോരനാട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം പരിപ്പ് കഴുകി കുക്കറിൽ വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അരപ്പൊക്കെ എല്ലാം സെറ്റാക്കാൻ വേണ്ടി തേങ്ങ, മുളക്, കുഞ്ഞുള്ളി, ഗാർലിക്ക്, കരിവേപ്പില ആൻഡ് ജീര ഇത്ര ആട്ടോ ഇട്ടെ. കുഞ്ഞുള്ളിക്ക് ദാരിദ്ര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുള്ളി ഇല്ലായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ഇട്ടു. പച്ചമുളക് ഇട്ടേക്കണ കാരണം കേട്ടോ അത്രയും കുറച്ചിട്ടെ. മഞ്ഞൾപ്പൊടി പരിപ്പ് വേവിക്കാനുള്ളതിലും ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് കടുക് വറുക്കാനുള്ള ഐറ്റംസാണ്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചു. ഈ മുരിങ്ങയിലയും ഒന്ന് കഴുകി എടുക്കണം കേട്ടോ, മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും എന്തെങ്കിലും ഈ പൂമ്പാറ്റയുടെ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി. അപ്പോൾ കടുക് വറുക്കുന്നത് നമ്മൾ കടുകിട്ടു, പിന്നെ ഇച്ചിരി ഉഴുന്നിട്ടു. ഈ ഇലക്കറികളിൽ മിക്കവാറും ഈ ഉഴുന്നും ഇടാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കടുക് വറുക്കുമ്പോൾ. പിന്നെ വറ്റൽമുളക്, നമ്മുടെ കരിവേപ്പില, സവോളയാട്ടോ ഇട്ടെ. കുഞ്ഞുള്ളിയാണ് ബെസ്റ്റ്. സവോളയായിട്ട് പിന്നെ ആ തേങ്ങാക്കൊത്തും ഇച്ചിരി ഇട്ടു കേട്ടോ. ഇന്ന് ഞാൻ പരീക്ഷണമാകെ ചെയ്തതായത് കാരണേ ഞാൻ ഒത്തിരി മുരിങ്ങയില എടുത്തില്ല, ഒത്തിരി പരിപ്പും എടുത്തില്ല. നല്ലതാണെങ്കിൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുരിങ്ങയില നമ്മൾ ഒരുമാതിരി എടുത്തെങ്കിലും അത് വഴറ്റി കഴിയുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ മുരിങ്ങയില എന്നിട്ട് വഴറ്റി അതിനകത്തോട്ട് നമ്മൾ ആ അരപ്പ് അതും കൂടി ഇട്ട് കൊടുത്തു. അതിട്ടതിന് ശേഷം ഈ പരിപ്പ് വേവിച്ച് വെച്ചാണ് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. അത് എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റിപ്പൊക്കോളും. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ പോലും വിചാരിച്ചില്ല ഇനി ഇത്രയും രുചി കാണുമെന്ന്. നല്ല അടിപൊളി തോരനായിരുന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഈ വെയിറ്റ് ലോസ് നോക്കുമ്പോഴേ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് എന്നൊക്കെ ആലോചിക്കുകയുള്ളൂ. അപ്പോൾ പ്രോട്ടീൻ എന്തെങ്കിലും ചെല്ലാനും ഗ്രീൻ വെജിറ്റബിൾസ് തിന്നാനും വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്തത്. പിന്നെ നമുക്കിന്ന് നോർമൽ മെഴുക്കുവരട്ടി, അച്ചാർ വിട്ടൊരു കളിയില്ല. അച്ചാറും ഉരുളക്കിഴങ്ങും സവോളയും തീയലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം അച്ഛൻ സുഖിയും കൊണ്ടുവന്നു, അത് തിന്നു. പിന്നെ നമ്മൾ ഇന്നലെ കാഴ്ചക്കൊലയിലെ പഴമൊക്കെ തിന്ന് ഇന്നത്തെ ദിവസം അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ ബൈ.